കഴിഞ്ഞ ആഴ്ച നമ്മൾ മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിരുന്നു. അത് പ്രോപ്പറായിട്ട് ഒരു അന്വേഷണവും നടത്തിയിരുന്നില്ല. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബ്രീഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് SP വിളിച്ചതിന്റെ പേരിലാണ് പോയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹേഷൻ കൺവീനറും തുഷാർ വെള്ളാപ്പള്ളി ചെയർമാനുമായിരുന്നു. ഇതിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പാണ് 4,42,00,000 രൂപ. അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി പറയുന്നത് മഹേഷൻ മാത്രമാണ് ആ പൈസ എടുത്തിട്ടുള്ളതെന്നാണ്. തുഷാറിന്റെ പങ്ക് അതിൽ വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ തുഷാറിന്റെ പങ്ക് വ്യക്തമാക്കിയിട്ടുള്ളതിന്റെ എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ജോയിന്റ് വെഞ്ചറിലാണ് ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് എന്തുകൊണ്ട് തുഷാറിനെ മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന അന്വേഷണം മുന്നോട്ട് പോകുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതിന്റെ രേഖകളെല്ലാം ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ നിങ്ങൾക്കൊക്കെ അറിയാം. ഇദ്ദേഹം മുൻ തഹസീൽദാറായിരുന്നു, PS രാജീവ് ജിയുടെ കയ്യിൽ കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് ഇവിടുത്തെ പോലീസ്. ഈ ബാഗ് നിറയെ ഇത് കണ്ടോ, ഇതെല്ലാം വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് അയാളുടെ തട്ടിപ്പിന്റെ രേഖകളാണ്. 1200 പാവങ്ങളായിട്ടുള്ള ആൾക്കാർ മൈക്രോ ഫിനാൻസ് എന്ന് എടുത്ത പൈസ ഇവരെങ്ങനെയൊക്കെ തട്ടിച്ചു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഇതും അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മളുടെ ഈ മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോ ഇവർക്ക് പത്മശ്രീ തന്നെ, പത്മവിഭൂഷൺ തന്നെ കൊടുത്ത എന്തിന്റെ ഇതിലാന്ന് ചോദിച്ചു. പക്ഷേ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും BJPയുമായിട്ടുള്ള ഇവരുടെ അസോസിയേഷൻ. ഇന്ന് തന്നെ BJPയുടെ 12 കോടിയോളം, ഇനിയിപ്പോ നിങ്ങൾക്ക് ഉടനെ അടുത്ത ഇത് കിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോയതാ, രാജേഷിന്റെ പേരിൽ അടുത്ത നിങ്ങൾക്ക് ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും. അത് വേറൊരു അർത്ഥത്തിൽ ഇവിടെ ഉണ്ടായി, നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ ഓഫീസിലുണ്ടായി. ഇപ്പോ 5 കോടിയുടെ മേളിലുള്ള അടുത്ത സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 3.5 കോടിയുടെ സാധനം ഇപ്പൊ തന്നെ വന്നു. 1.5 കോടി രൂപയുടെ കൊടിയടിച്ചിട്ട് എന്ത് ചെയ്തു? ഈ കൊടി മറിച്ചു വിറ്റു. അതുപോലെ തന്നെ 114 അവേഴ്സ് ഫ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഹെലികോപ്റ്ററിന്റെ ചാർജ് ഇത് തട്ടിച്ചെടുത്തു. അത് വെറും 34 മണിക്കൂറാണ് ഫ്ലൈ ചെയ്തത്. അതുപോലെ ഈ വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ തട്ടിപ്പ് സംഘങ്ങൾക്ക് മാത്രമേ വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈഴവ സമുദായത്തിന്റെ നാശം വിതയ്ക്കുന്ന ഈ അപ്പനെയും മോനെയും വെറുതെ വിടുമെന്ന് കേരള സമൂഹം കരുതുന്നില്ല. കാരണം അവരെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കും. ഇനി അഥവാ അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ അവർ ഈ സമൂഹത്തെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നതാണെന്ന് ഈഴവ സമൂഹവും നാട്ടുകാരും വിലയിരുത്തും എന്നുള്ളത് മറ്റൊരു വാസ്തവം. അതുപോലെ മറ്റേ കേസ് പറഞ്ഞു കൊടുത്തേ, നമ്മുടെ SNDP യോഗത്തിന്റെ ഓഫീസ് 2016 മുതൽ പഴയ സർക്കാർ ജപ്തി ചെയ്തിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ ഏറ്റവും അഭിമാന സ്തംഭമായ SNDP യോഗത്തിന്റെ ഓഫീസ് 2016 ജപ്തിയ വിഷയം വെള്ളാപ്പള്ളി മറച്ചുവെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിക്കും കൊടുത്തിരിക്കുകയാണ്. ഈ ജപ്തി നടപടി മാറ്റണം. ജപ്തിയോടെ പിൻവലിച്ചുകൊണ്ട്, ജപ്തിയോടെ മാറ്റിക്കൊണ്ട് ഈ ജപ്തി എന്ന് പറയുന്ന സെഷൻസ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആരോപിതനായ വ്യക്തിയുടെ വ്യക്തിപരമായ അസറ്റ് മതി. വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബത്തിലേക്ക് ജപ്തി മാറ്റിക്കൊണ്ട് SNDP യോഗത്തിന്റെ ആഫീസിന്റെ ജപ്തി മുത്താണ് ഒരാവശ്യം. രണ്ടാമത്തത് 2016 മുതൽ കേരളത്തിലെ പട്ടിണിപ്പാവങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് പിന്നോക്ക കോർപ്പറേഷൻ നൽകിയിരുന്ന 3% പലിശക്കുള്ള മൈക്രോ ഫൈനാൻസ് ലോൺ എനിക്ക് വിവരാശം കിട്ടി പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ വിജിലൻസ് കേസുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ കേസുള്ളതുകൊണ്ട് തരാൻ പാടെന്ന് പറയുന്നു. അതുകൊണ്ട് 2016 മുൻ സർക്കാർ നിർത്തിവെച്ച ഈ മൈക്രോ ഫൈനാൻസ് ലോൺ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയെ കൊടുത്തത്. ഈ 2 കാര്യങ്ങളും ഉടനെ പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്തലയിൽ ഈ ശരിക്കും ഈ ആത്മഹത്യാ കേസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 306 വകുപ്പ് പ്രകാരം വെള്ളാപ്പള്ളി നടേശനെതിരെയും KL അശോകനെതിരെയും തുഷാറിനെതിരെയും ഒരു FIR ഇട്ടിട്ട് ഇപ്പോൾ വർഷം 4 വർഷമായിട്ട് ഈ മരണമൊഴി ആത്മഹത്യയെക്കുറിച്ച് പോലും പരിശോധിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മഹേഷിന്റെ ഫോൺ പരിശോധിച്ചില്ല, വ്യക്തിമിന്റെ ഫോൺ പരിശോധിച്ചിട്ടില്ല. അങ്ങനെ ഗുരുതരമായ വീഴ്ചകളാണ് കാണുന്നത്. ഇവർ ചെയ്ത പണി എന്താണ്? 450 പേരുടെ മൊഴി എടുത്തിട്ട് ഇത്ര കെട്ട് ഫയൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന പറഞ്ഞു. ഒരു അന്വേഷണത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് ഒരു ആത്മഹത്യാ കേസിൽ ആദ്യം വേണ്ടതാണ് ഇയാളുടെ ആത്മഹത്യക്കുറിപ്പ് പരിശോധിച്ചിട്ടില്ല, ഇയാളുടെ ഫോൺ പരിശോധിച്ചിട്ടില്ല, വെള്ളാപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചിട്ടില്ല, ഇതെന്റെ കോപ്പി എടുത്തിട്ടില്ല. പിന്നെ എന്താണ് അന്വേഷിച്ച് ഇവർ മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ പോകുന്നു. ഇത് കോടതി നിരീക്ഷണം എന്ന് പറയപ്പെടുന്നു. കോടതി നിരീക്ഷണം കൂടെ അത് പറയുന്നു.
അത് നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ സ്വാമിയോട് പറഞ്ഞതാ, ഈ കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കാത്തൊരു കാരണം ഈ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആളുകൾ ഛിന്ന ഭിന്നമായിട്ട് നിൽക്കുകയാണ്. ഇവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരേ അഭിപ്രായത്തിൽ ഒരേ കൊടുക്കയിൽ കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരും ചേർത്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഒരു പ്രക്ഷോഭം ശക്തമാക്കാനുള്ള ശ്രമമാണ് സ്വാമിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്വാമി നേതൃത്വം എല്ലാവരും മിക്കവാറും ഇതുമായി നിൽക്കുന്ന എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അത്തരം ഒരു നീക്കങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ എല്ലാ വെള്ളാപ്പള്ളി വിരുദ്ധന്മാരെ കൂട്ടിക്കൊണ്ട് രംഗത്ത് വരും. അവിടെ തന്നെ കുറെ കള്ളനാണയങ്ങൾ മാറ്റുകയും വേണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പോരാട്ടത്തിൽ ഇതിൽ അന്തിമ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് നിൽക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്ന കേസുകൾ നിരന്തരമായ പരമ്പരയായി പറയും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അതുപോലെ തന്നെ ഇവിടെ 27 നിയമനങ്ങൾ ഇപ്പം അനധികൃതമായി നടത്തിയിട്ടുണ്ട്. ഒരാളുടെ നിന്ന് 1 കോടിയിൽ 86 നിയമനം 1 കോടിയിൽ 1 രൂപ കുറച്ച് ഇങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, അതും PhD ഒക്കെ കഴിഞ്ഞവർ 70 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടികൾക്ക് ഈ ഒരു പോസ്റ്റ് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ യുവജനങ്ങളുടെ ഭാവിയും കൂടെ വെച്ചിട്ടാണ് ഇയാൾ കളിക്കുന്നത്. അപ്പൊ ഈ പൈസയൊക്കെ എവിടെയാണ് പോകുന്നത്, എവിടെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു സന്തോഷ്, എന്താ അരയക്കണ്ടി സന്തോഷും KL അശോകനും അരയക്കണ്ടി സന്തോഷും, ഈ അശോകനും സന്തോഷം കൂടെ ചേർന്നുകൊണ്ട് ഈ പൈസ കംപ്ലീറ്റ് മേടിച്ചോണ്ട് പോകുന്നത്. ഇവരെവിടെയാണ് ഇത് വെക്കുന്നത്, ഇത് കണ്ടെത്തേണ്ടത് ED ആണ്. EDക്ക് ഇപ്പൊ SP കഴിഞ്ഞ ആഴ്ച കൊടുത്തതുപോലെ EDക്കും പരാതി കൊടുക്കുകയാണ്. ഇത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും അടുത്ത് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് കാണിച്ച് ഇവിടുത്തെ ജനങ്ങളെ പേടിപ്പിക്കാന്നാണോ അതോ ഇവിടുത്തെ നിയമത്തിന്റെ മുന്നിൽ കൊഞ്ഞനം കുത്തി കാണിക്കാന്നാണോ ഈ അച്ഛനും മോനും ധരിച്ചിരിക്കുന്നത്? ഇനി മറ്റൊരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ കേരള സമൂഹത്തിൽ SNDPയിൽ ഒരു പുല്ലുമല്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഇദ്ദേഹം 2019 ഇദ്ദേഹത്തിന്റെ പവർ തീർന്നു. 2019 ഇപ്പൊ ഈ ഇരിക്കുന്നതെല്ലാം ഈ 7 വർഷമായിട്ടിരിക്കുന്നത് അനധികൃതമായിരിക്കുകയാണ്. ഈസ് ജസ്റ്റ് എ കെയർ ടേക്കർ. ഇയാൾ ഇലക്ഷൻ ഇത് നടന്നിട്ടില്ല. ഇലക്ഷൻ നടന്ന് പ്രോപ്പറായിട്ട് 5 വർഷമായിട്ട് ഇയാൾ ഇലക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വെറും കെയർ ടേക്കറായിട്ടിരിക്കുന്ന ഇയാളുടെ വാക്ക് ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് പാർട്ടിക്കാർ, ഒരു കാരണവശാലും വിശ്വസിക്കരുത്. കാരണം ഇവർ പറയുന്ന ഭീഷണി, PM സുധീറിനെ തോപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇത്രയും വലിയ 8 കാലും മമ്മൂഞ്ഞനെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും? അതുപോലെ തന്നെ എല്ലായിടത്തും ചെന്ന് പറയും ജയിച്ചാൽ അയാൾ ജയിപ്പിച്ചെന്ന് പറയും, തോറ്റു കഴിഞ്ഞാൽ അയാൾ തോപ്പിച്ചെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യം, ഈ BDJS എന്ന് പറയുന്നതിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഉണ്ടോ? ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും അവർക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? കെട്ടുവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള ഈ ഉമ്മാക്കി കാര്യങ്ങൾ കാണിച്ച ഈ രാഷ്ട്രീയക്കാരെ പൊട്ടറാക്കുന്നതിൽ രാഷ്ട്രീയക്കാരെ നിൽക്കാൻ പാടില്ല. ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി അടക്കം അദ്ദേഹം നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. അവരൊക്കെ അകത്തു നിന്ന് ഫൈറ്റ് ചെയ്യുന്നു, നമ്മൾ പുറത്തു നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ 100% ഈഴവ സമുദായത്തിനും ഈ കേരള പൊതുസമൂഹത്തിനും ഈ വർഗീയവാദിയെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിച്ചിരിക്കും. അതിന് ഏതറ്റം വരെയും നമ്മൾ പോകും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് കൂടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നിയമ പോരാട്ടത്തിന്റേത്. താങ്ക് യു.